എല്ലാത്ത നേരായി. ആ വെള്ളം തീരെ ഇല്ലാന്ന് തോന്നുന്നു. വെള്ളം കുറവാണ്. വെള്ളം അടിക്കണം. വെള്ളം അടിച്ച് കളിച്ചാൽ അതിനുള്ളൊരു ചൂട് കിട്ടും. പണിയെല്ലാം ഉണ്ട്. പിന്നെ നാട്ടിൽ പണി ഉണ്ടാ? പണിയെല്ലാം കുറവാന്ന് ചന്ദ്രേട്ടാ. ഒരു കാര്യം ഞാൻ ചോദിക്കണം വെച്ചിട്ട് മോളെന്തായി കല്യാണക്കാരൻ അതെന്തെന്ന് പറയാൻ ചേട്ടാ, ആലോചന ഇങ്ങനെ കുറേ വരുന്നു. ഏതെങ്കിലും കണ്ടാലും പിടിച്ച് വെക്കൊന്നും വേണ്ട. ഇല്ല, അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. നല്ല ബന്ധം ഏതാണെന്ന് നമുക്ക് തോന്നുന്നത് തൊട്ടത്. അല്ല, അതുകൊണ്ട് തന്നെയാണ് ഞാനും പിന്നെ ഇങ്ങനെ ഇപ്പോഴത്തെ കുഞ്ഞളാണ് എല്ലാ കാര്യവും. അല്ല, എൻ്റെ മോൾ അങ്ങനെയല്ല. ഞാൻ എന്ത് പറഞ്ഞാലും അതിനപ്പുറം ഞാനും അത്രേ പറയൂ. പക്ഷേ നമുക്ക് നമ്മളെ മേലാണ് ഇപ്പോൾ കുഞ്ഞുള്ളത്. എൻ്റെ മോനായാലും മോളായാലും ഇന്നത്തെ കാലം അങ്ങനെയാണ്. അത് നമ്മൾ വളരെ ചിന്തിച്ചൊരു കാര്യം മുമ്പോട്ട് ചെയ്യാൻ പാടില്ല. മറ്റുള്ളവരെന്നെല്ലാം പറഞ്ഞാൽ മക്കളെ ശ്രദ്ധിക്കാണ്ട് വളർത്തിയിട്ടാണ്. ഞാനങ്ങനെയല്ല. ഞാൻ ഈ പണിയെടുക്കുന്നതും കിട്ടുന്നതെല്ലാം എൻ്റെ മൂക്ക് വേണ്ടി, എൻ്റെ ജീവിതം. നമുക്കറിയാം, നമുക്ക് നിത്യായിട്ടറിയാം. മോളെ ഭാവിയും അതുപോലെ ആയിരിക്കണം. ഒന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് അത്രല്ലേ പറയാൻ പറ്റും. പക്ഷേ പറയാൻ പറ്റില്ല. നമ്മളെ മനസ്സിലങ്ങനെയാണ്. അമ്മ അത്രയും നാട്ടു നോക്കി അത്രയും കഷ്ടപ്പെട്ട് നോക്കുന്ന മോളാകുമ്പം ആ മോളിൽ മോശം പൈസെത്താൻ പാടില്ല. അത് ഞാൻ പറയുന്നത് തെറ്റിദ്ധരിക്കാൻ പാടില്ല. മോളെ, നിന്റെ ആഗ്രഹം ഒന്നും നടത്താൻ പോകുന്നില്ല കേട്ടോ. ഞാൻ എല്ലാ കാര്യവും അറിഞ്ഞിട്ടുണ്ട്. നീ വിചാരിക്കണ്ട. എൻ്റെ അച്ഛൻ മാത്രമേ ഒന്നും അറിയായിട്ടുള്ളൂ കേട്ടോ. ആ അമ്പത്തിൻ്റെ അടുത്തിട്ട് ജ്യേഷ്ഠനായിട്ട് എൻ്റെ ചുറ്റിക്കാർക്ക് എല്ലാവരും പറയുന്നുണ്ട്. ഞാനൊന്നും അറിയില്ലെന്നാ നീ വിചാരിച്ചതല്ലേ? ഒരു മഴേൻ്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. എനിക്കും അതിങ്ങനെ തോന്നുന്നുണ്ട്. ഒരു നല്ല മഴക്കാറുണ്ടല്ലോ. ഉണ്ട്. ചിലപ്പോൾ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. താഴത്ത് കളിച്ചാൽ വെള്ളം കറങ്ങൂല. ആ ചെക്കൻ്റെ കൂടെ പോയി. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാണ് ഒരു പ്രാവശ്യം നമ്മളിപ്പം ഇതിനെപ്പറ്റി പറഞ്ഞിട്ടല്ലേ കൃഷ്ണേട്ടാ മോളെ കാര്യം. അപ്പോൾ ഇപ്പം വന്നിട്ട് പറയുന്നത് ഇവിടെ ചെക്കൻ്റെ കൊച്ചോടി പോയി എന്നാ പറയും. അതിന് നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാ? നമുക്കിപ്പം ഇനി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കാനേ പറ്റുള്ളൂ. വേറെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒന്ന് രക്ഷപ്പെട്ടോട്ടെ. അത് നീ കരയട്ടാ. ബാക്കിയൊന്നും മാർഗമുണ്ടോ നമുക്ക് അന്വേഷിച്ചിട്ട് കണ്ടെത്താം. അല്ലേ, എന്നാലും നമ്മളൊന്ന് പോലീസ് സ്റ്റേഷനിൽ അതിൻ്റെ വിവരം വേണം. ഒരു പരാതി കൊടുക്കണം. കരഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അന്നേ പറയുന്നുണ്ട്, ഒറ്റ മോളല്ലേ പിന്നാലിച്ചിട്ട് ഓമനിച്ചിട്ട് വളർത്തണം. ഈ വളരെ ഒരുത്തിയതിൻ്റെ കാരണം കേട്ടാ. ഈ ഒരാളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഉണ്ട് വിചാരിക്കും. അവിടെ ഒരാളെ കുറ്റപ്പെടുത്തി ഞാൻ ആരെയാ കുറ്റപ്പെടുത്തുക? പോയ മോളെയാ, അല്ല വളർത്തിയ അമ്മേന്ന്, അല്ല എന്നത്തല്ലേ? ആരെയും കുറ്റപ്പെടുത്തണ്ട. നമ്മൾ പിന്നെ ഇന്ന് ബാക്കിയിലെ കാര്യങ്ങൾ എന്ത് വേണമെന്നില്ല. നമുക്ക് എല്ലാം ആലോചിച്ചിട്ട് നമുക്ക് അതിന് പരിഹാരം ഉണ്ടാക്കാം. തൽക്കാലം സമാധാനത്തിൽ കരയാൻ പാടില്ല. അതുകൊണ്ടത് പോയി കഴിഞ്ഞിട്ട് ഇനി എന്ത് ഒന്നുമില്ല. അവരിപ്പം നല്ല വഴിക്കാ പോയിട്ടുണ്ടെങ്കിലോ, നല്ല വഴിക്കാ പോയി നോക്കും. ഇനി കൂടുതൽ കരയണ്ട, നടക്കും.